Welcome my dear students to the second part of Earth process, the plus 1 geology topic. In the previous classes we have studied about earth process and weathering and its different types. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ വെതറിങ് എന്താണ്, ഭൗമ പ്രക്രിയകൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കി. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടുള്ള വെതറിങ് നമ്മൾ അതിൽ നോക്കിയിരുന്നു. 3 types of weathering. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫിസിക്കൽ വെതറിങ് എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ്, അതിൻ്റെ വിവിധ തരങ്ങളുമാണ് നമ്മൾ നോക്കിയത്. പിന്നീടുള്ള two different types of weathering എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കൂടി മനസ്സിലാക്കാം. സെക്കൻഡ് ടൈപ്പ് ഓഫ് വെതറിങ് ഈസ് കെമിക്കൽ വെതറിങ്. Chemical weathering, that is the weathering of the rocks by chemical process. രാസിക അപക്ഷയം. രാസപ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങൾ മൂലം സംഭവിക്കുന്ന അപക്ഷയത്തെയാണ് രാസിക അപക്ഷയം എന്ന് പറയുന്നത്. ഫിസിക്കൽ വെതറിങ്ങിനെ അപേക്ഷിച്ച് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കെമിക്കൽ വെതറിങ്? In chemical weathering, there is a change or alteration of the composition of the rocks. Physical weatheringil അത് വലിയ ശിലകൾ വിഘടിച്ച് ചെറിയ ശിലകളാകുന്ന പ്രവർത്തനം മാത്രമേ നടക്കുന്നുള്ളൂ. യാതൊരു രീതിയിലും അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നതിൽ വ്യത്യാസം ഇല്ല. എന്നാൽ കെമിക്കൽ വെതറിങ്ങിൽ there is a composition change or some new minerals or compounds are formed. This chemical weathering is also known as decomposition, and the most important agent of chemical weathering is water. ജലമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള chemical weathering agent. What are the different types of chemical weathering? That is, mainly we have classified it under 6 headings. 6 തരത്തിലാണ് നമ്മൾ ഈ രാസിക അപക്ഷയത്തെ വിഭജിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ പേരുകൾ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡിസൊല്യൂഷൻ, സെക്കൻഡ് വൺ ഈസ് ഓക്സിഡേഷൻ, തേർഡ് ഹൈഡ്രോളിസിസ്, ഫോർത്ത് വൺ ഹൈഡ്രേഷൻ, ഫിഫ്ത്ത് വൺ കാർബണേഷൻ ആൻഡ് സിക്സ്ത് വൺ സ്ഫിറോയിഡൽ വെതറിങ്. We can look into the details of different types of chemical weathering. ഏതൊക്കെ രീതിയിലാണ് ഈ രാസിക അപക്ഷയ പ്രവർത്തനം നടക്കുന്നത്? The first type of chemical weathering is dissolution or solution. It is the process by which minerals in the rocks dissolve directly in natural water. അതായത് ശിലകളിലെ ധാതുക്കൾ ജലത്തിൽ ലയിച്ചു ചേരുന്ന പ്രവർത്തനം. ഉദാഹരണത്തിന് നമുക്ക് പറയാം ഹാലൈറ്റ് അല്ലെങ്കിൽ ഉപ്പുകല്ല് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉപ്പ് എന്ന് പറയുന്നത് ജലത്തിൽ ലയിച്ചു പോരുന്നു. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് മാർബിൾ സ്റ്റോൺസ്, ഇതൊക്കെയും പെട്ടെന്ന് തന്നെ ജലത്തിൽ അല്ലെങ്കിൽ ഈ ശിലകളിലെ ധാതുക്കൾ പെട്ടെന്ന് തന്നെ ജലത്തിൽ ലയിച്ച് ചേരുന്നതാണ്. അങ്ങനെ ശിലകളിലെ ധാതുക്കൾ ലയിച്ചു ചേരുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ പറയുന്നത് ഡിസൊല്യൂഷൻ. ഇങ്ങനെ ലയിച്ചു ചേരുന്ന പ്രവർത്തനത്തിൽ എന്ത് പറ്റുന്നു? ശിലകൾ പൊടിഞ്ഞ് ജലത്തിൽ കൂടെ പോകുന്നു. സെക്കൻഡ് ടൈപ്പ് ഓഫ് വെതറിങ് ഈസ് ഓക്സിഡേഷൻ. Oxidation, it takes place when oxygen dissolved in the water reacts with the minerals of the rocks. അതായത് ജലത്തിലെ ഓക്സിജനും ശിലകളിലെ ധാതുക്കളിലുള്ള അയോണുകളിലും തമ്മിൽ കൂടിച്ചേർന്ന് നടക്കുന്ന പ്രവർത്തനമാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രവർത്തനം സംഭവിക്കുമ്പോൾ മിക്കവാറും അതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ചുമപ്പ് കളറിലോ അല്ലെങ്കിൽ തവിട്ട് കളറിലോ റെഡ് ഓർ ബ്രൗൺ കളറിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് വെതേർഡ് സോൺസ് ഓഫ് റോക്സ് ആൻഡ് സോയിൽസ്, അതിൻ്റെ മുകളിലുള്ള ചുമപ്പ് കളറോ അല്ലെങ്കിൽ ബ്രൗൺ കളറോ കാണുന്നത് ഈ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രവർത്തനം മൂലമാണ്. തേർഡ് വൺ ഈസ് ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത് ദ വാട്ടർ combines with the substances or minerals in the rock to form new substances. അതായത് ജലം നമ്മുടെ ധാതുക്കളിലെ ശിലകളുമായി ചേർന്ന് പുതിയ മിനറൽസിനെയോ പുതിയ വസ്തുക്കളെയോ സൃഷ്ടിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന കെമിക്കൽ വെതറിങ് എന്ന് പറയുന്നത് കൂടുതലും കാണപ്പെടുന്നത് സിലിക്കേറ്റ് ആൻഡ് കാർബണേറ്റ് മിനറൽസ്.
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന നമ്മുടെ റോക്ക് ഫോമിംഗ് മിനറലായിട്ടുള്ള ഫെൽസ്പാർ എന്ന് പറയുന്നത് വാട്ടറുമായി റിയാക്റ്റ് ചെയ്ത് ഇറ്റ് വിൽ ഫോം എ ക്ലേ മിനറൽ. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പറയുന്നത് ഗ്രാനൈറ്റ് എന്ന് പറയുന്ന റോക്ക്. ഇതൊക്കെയും കൂടുതലും ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന രാസിക അപക്ഷയത്തിന് വിധേയമാണ്. ദെൻ ഫോർത്ത് വൺ ഈസ് ഹൈഡ്രേഷൻ. ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് whereby minerals in the rocks absorbs water and expand, which creates stress and causes the weakening of the rock. അതായത് ധാതുക്കൾ, ശിലകളിലെ ധാതുക്കൾ ജലത്തെ വലിച്ചെടുത്ത് വികസിക്കുകയും ഈ വികാസം മൂലം സ്ട്രെസ് ക്രിയേറ്റ് ചെയ്ത് റോക്ക് എന്ന് പറയുന്നത് പൊടിഞ്ഞു പോകാൻ കാരണമാകുന്നു. ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത് ഹൈഡ്രേഷൻ ഓഫ് ദ മിനറൽ ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് അനദർ അയേൺ ബിയറിംഗ് മിനറൽ കോൾഡ് ലിമണൈറ്റ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ആൻഹൈഡ്രേറ്റ് എന്ന് പറയുന്ന മിനറൽ ഇറ്റ് അബ്സോർബ്സ് വാട്ടർ ആൻഡ് ഫോംസ് ജിപ്സം. ഇവിടെ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നതും ഹൈഡ്രേഷൻ എന്ന് പറയുന്ന പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള കെമിക്കൽ പ്രവർത്തനത്തിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഒന്ന് വാട്ടറുമായി കമ്പൈൻ ചെയ്ത് ന്യൂ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നു. ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് absorbs water and expands. അതാണ് ആ രണ്ട് പ്രവർത്തനത്തിൻ്റെയും വ്യത്യാസം. Fifth type of process is carbonation. In this process, carbon dioxide in the rainwater mixes to form carbonic acid, and this acid reacts with the minerals of the rocks and causes weathering. ഈ ഒരു കാർബണേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ പറയുന്ന മഴവെള്ളവും കാർബൺ ഡയോക്സൈഡും അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡും കൂടി മിക്സ് ചെയ്ത് ഒരു വീക്ക് ആസിഡായിട്ടുള്ള കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് രൂപീകരിക്കുന്നു. ഈ കാർബോണിക് ആസിഡിൻ്റെ പ്രവർത്തനം മൂലം എന്തു പറ്റുന്നു? ശിലകളിൽ രാസിക അപക്ഷയം എന്ന് പറയുന്നത് നടക്കുന്നു. സിക്സ്ത് ടൈപ്പ് ഓഫ് വെതറിംഗ് ഈസ് സ്ഫിറോയിഡൽ വെതറിംഗ്. That is, during chemical weathering of the rocks within the earth's surface, the corners of the joints or blocks in the rocks weather relatively at a faster rate. അതായത് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശിലകളിലെ മൂലകളിലാണ് കൂടുതൽ നടക്കുന്നത്. അതായത് എഡ്ജസിനെയും ഫേസസിനെയും അപേക്ഷിച്ച് ശിലകളുടെ മൂലകളിൽ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് കൂടുതലാകുന്നു. ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻസ് കൂടുതലാകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കോർണേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ബിക്കം റൗണ്ടഡ്. അത് ഒരു ഗോളീയ രൂപമായി തീരുന്നു. That is, the corner becomes rounded and the blocks of the rocks weather to form roughly spherical shapes. This type of weathering is known as spheroidal weathering. This spheroidal weathering is also called as onion skin weathering. Why it is called as onion skin weathering? That is, the layers of the rocks can be peeled off like the onion. So it is called as spheroidal weathering. You can notice it in the figure. That is, the layers are peeled like onion. So it is called as spheroidal weathering. So we have discussed about the different types of chemical weathering. That is, first one is solution, then oxidation, carbonation, hydration, hydrolysis and spheroidal weathering. Then we can move to the third type of weathering, which is biological weathering. We have looked about the physical weathering. ഭൗതിക അപക്ഷയത്തെ പറ്റി പഠിച്ചു, രാസിക അപക്ഷയത്തെ പറ്റി പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ജൈവിക അപക്ഷയം. ആ പേര് പോലെ തന്നെ ബയോളജിക്കൽ എന്ന് പറയുന്നത് ജൈവികമായിട്ടുള്ള, ദാറ്റ് ഈസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ദ റോക്സ് കോസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് ലിവിങ് ഓർഗാനിസംസ്. അതായത് ജീവികളുടെയോ സസ്യങ്ങളുടെയോ പ്രവർത്തനം മൂലം നടക്കുന്ന ഒരു അപക്ഷയമാണ് ബയോളജിക്കൽ വെതറിംഗ്. ദാറ്റ് ഈസ് എ പ്രോസസ് വിച്ച് ഈസ് കമ്പൈൻഡ് മെക്കാനിക്കലി ആൻഡ് കെമിക്കലി. അതായത് കെമിക്കലായിട്ടുള്ള പ്രോസസ്സും മെക്കാനിക്കലായിട്ടുള്ള പ്രോസസ്സും കമ്പൈൻ ചെയ്യുന്ന
ഒരു വെതറിംഗ് പ്രോസസ്സാണ് ബയോളജിക്കൽ വെതറിംഗ്, ജൈവിക അപക്ഷയം. ഇനി ഈ ജൈവിക അപക്ഷയം ഏതൊക്കെ തരത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് റൂട്ട് വെഡ്ജിങ്. What is meant by root wedging? That is the weathering caused by the growing of the roots of plants and trees through joints or cracks in the rock. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ വീടിരിക്കുന്ന ഭാഗത്തോ വീടിൻ്റെ തറകളിലേക്ക് ഈ ചെടികളുടെ വേരുകൾ ആഴ്ന്നിറങ്ങി, ഈ വേരുകൾ എന്ന് പറയുന്നത് ആഴ്ന്നിറങ്ങുന്നത് മൂലം എന്ത് സംഭവിക്കുന്നു? വിള്ളലുകൾ സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അപക്ഷയ പ്രവർത്തനമാണ് റൂട്ട് വെഡ്ജിങ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് വെതറിംഗ് ഈസ് വെതറിംഗ് കോസ്ഡ് ബൈ എനിമൽസ്. That is, animals or insects like earthworm, snail, etc. or other burrowing animals. They loosen the soil cover and speed up the rate of weathering. അതായത് ചെറിയ ജീവികൾ, മാളത്തിൽ ജീവിക്കുന്നത്, അതുപോലെ ഇഴജന്തുക്കൾ എന്ന് പറയുന്നത് ദേ വിൽ ലൂസൻ, മണ്ണിനെ ഇളക്കി മാറ്റി, അത് വെതറിംഗ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തെ, അപക്ഷയ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ് ചില ആൽഗേസ്, ദാറ്റ് ഈസ് ലൈക്കൻസ്. they also play an important role in biological weathering. That is, they secrete an organic acids which causes chemical weathering of the rocks. Then mollusks, they will bore into rocks for the protection of their own protection. Then biological weathering is of two types, that is root wedging and weathering by animals. So we have looked into the three types of weathering, that is physical weathering, chemical weathering as well as biological weathering and its different types. So what are the factors influencing weathering? ഈ അപക്ഷയം എന്ന് പറയുന്ന പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? 7 തരത്തിൽ നമ്മൾക്ക് പറയാം. അതിൽ ആദ്യത്തേതാണ് റോക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, ശിലകളുടെ സവിശേഷതകൾ. കാഠിന്യമേറിയ ശിലയും മൃദുത്വമേറിയ ശിലയിലും വെതറിംഗ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെടുന്നു. രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്നത് ക്ലൈമറ്റ്, കാലാവസ്ഥ. കാലാവസ്ഥയ്ക്കനുസരിച്ചും ദ റേറ്റ് ഓഫ് വെതറിംഗ് വിൽ ബി ഡിഫറെൻറ്റ്. ദെൻ തേർഡ് വൺ ഈസ് ടോപ്പോഗ്രഫി ഓർ റിലീഫ്, ചെരിവ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് പ്രദേശത്തിൻ്റെ കിടപ്പ്. ഇതെല്ലാം എന്തിനെ ബാധിക്കുന്നു? അപക്ഷയ പ്രവർത്തനത്തെ ബാധിക്കുന്നു. നാലാമത്തതാണ് നമ്മൾ പറയുന്നത് വെജിറ്റേഷൻ കവർ, സസ്യ ആവരണം. അതായത് വെജിറ്റേഷൻ കവർ കൂടുതലുണ്ടെങ്കിൽ വെതറിംഗ് എന്ന് പറയുന്നത് കുറയും, എന്നാൽ വെജിറ്റേഷൻ കവർ അല്ലെങ്കിൽ സസ്യാവരണം കുറയുന്നതിനനുസരിച്ച് വെതറിംഗ് എന്ന് പറയുന്നതിൻ്റെ റേറ്റ് കൂടും. ദെൻ റേറ്റ് ഓഫ് ലോക്കൽ ഇറോഷൻ, അതായത് അപരദനം എന്ന് പറയുന്നത്. ദെൻ മാൻസ് ആക്ടിവിറ്റീസ്, അവർ ഓൺ ആക്ടിവിറ്റീസ്, നമ്മുടെ മനുഷ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ദെൻ ടൈം, സമയ ദൈർഘ്യം. അപ്പോൾ ഈ 7 ഘടകങ്ങളാണ് അപക്ഷയം എന്ന് പറയുന്ന പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നത്. വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഓഫ് വെതറിംഗ്? എന്താണ് അപക്ഷയത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ? 2 തരത്തിലാണ് നമ്മൾ പറയുന്നത് അപക്ഷയത്തിൻ്റെ ഉൽപ്പന്നങ്ങളെ. ഫസ്റ്റ് വൺ ഈസ് റെഗോലിത്ത് ഓർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സോയിൽ, മണ്ണ് എന്ന് പറയുന്നത്. വാട്ട് ഡു യു മീൻ ബൈ റെഗോലിത്ത്? റെഗോലിത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലെയർ ഓഫ് ബ്രോക്കൺ ആൻഡ് അൺകൺസോളിഡേറ്റഡ് റോക്ക് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് വേരീഡ് സൈസസ് ആൻഡ് കോമ്പോസിഷൻ ഫ്രം അണ്ടർലയിങ് ബെഡ് റോക്ക്. അതായത് മാതൃശില, അതായത് ബെഡ് റോക്കിന് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന ചെറിയ ചെറിയ ശിലാകഷ്ണങ്ങൾ, ഒരു ആവരണം പോലെ നമ്മുടെ ഭൂമിയിൽ കിടക്കുന്ന ആ ഒരു ലെയർ ഓഫ് ബ്രോക്കൺ ആൻഡ് അൺകൺസോളിഡേറ്റഡ് റോക്ക് ഫ്രാഗ്മെൻറ്റ്സിനെയാണ് നമ്മൾ പറയുന്നത് റിഗോലിത്ത് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് വരുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് സോയിൽ അഥവാ മണ്ണ് എന്ന് പറയുന്നത്. എന്താണ് സോയിൽ? ഇറ്റ് ഈസ് എ ലെയർ ഓഫ് unconsolidated material on the earth's surface in which plants grow. ചെടികളുടെയും വൃക്ഷങ്ങളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന ദൃഢീകരിക്കാത്ത ഒരു വസ്തുവാണ് മണ്ണ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഈ മണ്ണ് എന്ന് പറയുന്ന
പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ വെതറിംഗ് എന്ന് പറയുന്നത് 2 സ്റ്റേജസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് റിഗോലിത്ത് എന്ന് പറയുന്നതിന് വീണ്ടും അപക്ഷയം സംഭവിക്കുമ്പോഴാണ് മണ്ണ് അല്ലെങ്കിൽ സോയിൽ എന്ന് പറയുന്നത് രൂപീകരിക്കുന്നത്. And the branch of science which deals with the study of soil is called pedology. So the products of weathering, it is 2 types, regolith and soil. Then soil can be classified into 2 types, that is residual soil and transported soil. Residual soil, that is it is developed from the weathered materials derived from the rocks lying underneath. And the most important feature of residual soil is it is in situ, that is it is formed in the same place. അപക്ഷയം സംഭവിച്ച അതേ സ്ഥലത്ത് തന്നെ അവിടെ നിന്ന് യാതൊരു ട്രാൻസ്പോർട്ടേഷനും നടക്കാത്ത മണ്ണിനെയാണ് നമ്മൾ പറയുന്നത് റെസിഡ്യുവൽ, ഇൻ സിറ്റു, ഇൻ ദ സെയിം പ്ലേസ്. ഇനി ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ സോയിൽ വിച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ റോക്ക് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ടഡ് ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ലൊക്കാലിറ്റീസ് ബൈ വേരിയസ് ഏജൻറ്റ്സ്. അതായത് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സംവഹനം ചെയ്യപ്പെട്ട മണ്ണിനെയാണ് അല്ലെങ്കിൽ അവസാദ നിക്ഷേപങ്ങളെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടഡ് സോയിൽസ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടഡ് സോയിൽസ് can be further classified as aeolian soil and alluvium soil, that is the difference is based on their transportation agent. Transportation agent ന്റെ വ്യത്യാസം അനുസരിച്ച് ഇയോളിയൻ സോയിൽ എന്നും അലൂവിയം സോയിൽ എന്നും നമുക്ക് പറയാം. ഇയോളിയൻ സോയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ആൻഡ് ഡെപ്പോസിറ്റഡ് ബൈ വിൻഡ്. കാറ്റിൻ്റെ പ്രവർത്തനം മൂലമുള്ള മണ്ണിനെ അല്ലെങ്കിൽ അങ്ങനെ നിക്ഷേപിക്കുന്ന മണ്ണിനെയാണ് നമ്മൾ പറയുന്നത് ഇയോളിയൻ സോയിൽ എന്ന് പറയുന്നത്. ഒഴുകുന്ന ജലം അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നദികളുടെ നിക്ഷേപണത്തിൽ വരുന്നതാണ് അലൂവിയം സോയിൽ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ക്ലാസിഫിക്കേഷൻ ഓർ ഡിഫറൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. Next we can look into about the soil profile and soil horizon. In the exam viewpoint, this part is very important. Soil profile and soil horizon. That is the vertical section of a soil column is known as soil profile. ഒരു മണ്ണിൻ്റെ ലംബ പരിച്ഛേദത്തെയാണ് soil profile എന്ന് പറയുന്നത്. ഈ soil profileലെ different layers is named as soil horizon. That is soil horizon is distinguished on the basis of their color, texture as well as other physical properties. ഈ ലംബ പരിച്ഛേദത്തിലെ ഓരോ പാളികളെയുമാണ് സോയിൽ ഹൊറൈസൺസ് എന്ന് പറയുന്നത്. ഇതിന് അതിൻ്റേതായിട്ടുള്ള യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നതുണ്ട്. ദെൻ വി ക്യാൻ ലുക്ക് ഇൻ ടു അബൌട്ട് ദ സോയിൽ പ്രൊഫൈൽ. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ അടുത്ത ഒരു നമ്മൾ പറയുന്ന ആ ഡിഫറെൻറ്റ് സോയിൽ പ്രൊഫൈൽസ് അതിൽ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നുണ്ടായിരിക്കും. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓ ഹൊറൈസൺ. ഓ ഹൊറൈസൺ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും മുകളിലത്തെ ലെയർ. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ് ആൻഡ് ഇറ്റ് ഈസ് ഓഫൺ ബ്രൗൺ ഓർ ബ്ലാക്ക് കളർ. ജൈവ അവശിഷ്ടങ്ങൾ നിറഞ്ഞ ഏതാണ്ട് ഒരു തവിട്ട് കളറോ ബ്രൗൺ കളറോ ആയിട്ടുള്ള ഒരു ലെയറിനെയാണ് നമ്മൾ പറയുന്നത് ഓ ഹൊറൈസൺ. ആൻഡ് ഈ ഓ ഹൊറൈസൺ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും നമുക്ക് ഇറോഷൻ കൂടുതൽ നടക്കുന്ന സ്ഥലത്ത് ഈ ഓ ഹൊറൈസൺ എന്ന് പറയുന്നത് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വി കോൾ എ ഹൊറൈസൺ, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ഹൊറൈസൺ, എ ഹൊറൈസൺ. ഇറ്റ് ഈസ് ദ അപ്പർ മോസ്റ്റ് ലെയർ ഓർ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ടോപ്പ് സോയിൽ. And it is mainly the organic matter mixed with the soil minerals. Sometimes the rainwater percolates through this A horizon and deposits in the above of B horizon as a separate layer. That horizon is known as E horizon, which is composed of the light colored minerals that is resulting from the leaching of the minerals from the above A layer. So A layer and E layer can be combinedly called as the leaching zone. Then
next horizon, it is the B horizon, which is termed as the subsoil. You can notice in the figure the different colors as well as the different textures. Then below the B layer, the C horizon, which is partially weathered rock materials. That is, the soil forming process have not reached, but the rock is weathered. And the last layer, it is the D horizon, or sometimes it is now called as R horizon, which is the solid parent bedrock. And in this layer, we can notice the absence of weathering. So we mainly 4 layers, that is A layer, B layer, C layer or D layer. It is consisting, or these layers are the layers which are included in the soil profile. അങ്ങനെ എർത്ത് പ്രോസസ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഭൗമപ്രക്രിയകൾ? ഭൗമപ്രക്രിയകളുടെ വിവിധ തരങ്ങൾ, ഇൻറ്റേർണൽ ആസ് വെൽ ആസ് എക്സ്റ്റേർണൽ പ്രോസസ്സ്. ഇൻറ്റേർണൽ പ്രോസസ്സിൽ വരുന്നതും എക്സ്റ്റേർണൽ പ്രോസസ്സിലും വരുന്ന വിവിധ പ്രവർത്തനങ്ങളും അപക്ഷയ പ്രവർത്തനത്തിൻ്റെ വിവിധ തരങ്ങളും സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്ന കാര്യവുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ ഐ എം ഗിവിങ് എൻ അസൈൻമെൻറ്റ് ഫോർ യു, ദാറ്റ് ഈസ് prepare a model of soil profile and name its layers.